നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം. മന്ത്രിമാരും MLA-മാരുമടക്കം LDF നേതാക്കൾ പങ്കെടുക്കും. ആം ആദ്മി DMK നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. സമരം കണ്ണിൽ പൊടിയിടാനെന്ന് UDF. PV അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്കിന് അനുമതി. ലൈസൻസ് പുതുക്കി നൽകി കൂടരഞ്ഞി പഞ്ചായത്ത്. നടപടി പാർക്കിന് സർക്കാർ അനുമതി നൽകിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ. ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ഇന്ന്. 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുക കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ. കേസിൽ പ്രതികൾ പത്മകുമാറും കുടുംബവും മാത്രം. ഗോഡ്സയെ പ്രകീർത്തിച്ച സംഭവത്തിൽ അധ്യാപികയെ ചോദ്യം ചെയ്യാൻ പോലീസ്. കോഴിക്കോട് NIT അധ്യാപികയ്ക്ക് ഇന്ന് നോട്ടീസ് അയക്കും. ഷൈജയുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് പോലീസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കി NDA സഖ്യത്തിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി 15-ന് ശേഷം. കോട്ടയം, ഇടുക്കി മണ്ഡലങ്ങൾ BDJS-ന് വിട്ടു നൽകാൻ സാധ്യത. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. ജപ്തി ഭീഷണിയിൽ നിന്നും മോചിതരായി മാന്നാറിലെ ഓമനക്കുട്ടനും കുടുംബവും. രോഗദുരിതങ്ങളിൽ സഹായഹസ്തം നീട്ടിയത് മലയാളി പ്രവാസി. ദുരിത ജീവിതം പുറം ലോകത്തെ അറിയിച്ചത് കേരള വിഷൻ ന്യൂസ്. ഗാസയിൽ വെടിനിർത്തൽ സാധ്യത മങ്ങി. ഹമാസിന്റെ നിർദ്ദേശങ്ങൾ തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി. പൂർണ്ണ വിജയം ഉറപ്പിക്കുമെന്ന നിലപാടിൽ ബെഞ്ചമിൻ നെറ്റന്യാഹു.